ഞാൻ മരിച്ചു എന്ന തലക്കെട്ടിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ പ്രതികരണങ്ങൾ വളരെ രസകരമായിരുന്നു. ചിലരൊക്കെ വിളിച്ചു ചോദിച്ചു, സംഭവം ശരിയാണോ, എപ്പോഴാണ് അടക്ക് എന്നൊക്കെ. ഞെട്ടിച്ചു കളഞ്ഞല്ലോ എന്ന് ചിലർ. എന്നാൽ യൂറോപ്പിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു സന്ദേശം അയച്ചു. അദ്ദേഹത്തിന് ഇപ്പോൾ 60 വയസ്സുണ്ട്. ജോർജ്, മരണവുമായി ബന്ധപ്പെട്ട് ദിവസവും ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിലും ഓടിക്കളിക്കാറുണ്ട്. എൻ്റെ സംസ്കാര ചടങ്ങുകൾ അവസാനിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് 3 വർഷം മുൻപേ മുഴുവൻ തുകയും കൊടുത്ത്, അതായത് 8000 യൂറോ, ഏതാണ്ട് 8 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ ഒരു ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ദഹിപ്പിക്കാനാണ് തീരുമാനം. ലഭിക്കുന്ന ചാരം പകുതി കല്ലറയിൽ നിക്ഷേപിക്കാനും ബാക്കി ഏതെങ്കിലും വനത്തിൽ വിതറാനും ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് ഈ പ്രകൃതിയിൽ എൻ്റെ കർമ്മദോഷം കൊണ്ട് സംഭവിച്ച ക്ഷതത്തിന് പരിഹാരമാകില്ലെങ്കിലും പ്രായച്ചിത്തത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ്. എൻ്റെ മൃതദേഹത്തെ പുഷ്പം കൊണ്ട് അലങ്കരിക്കരുതെന്നും ഒരു പൂവ് പോലും എൻ്റെ മരണകാരണം കൊണ്ട് മുറിക്കപ്പെടരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏറ്റവും വില കുറഞ്ഞ ശവപ്പെട്ടി മതി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരമ അറിയിപ്പിന്റെയും ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നൽകാനുള്ള കാർഡിന്റെയും രൂപരേഖയും ഞാൻ ആ ഏജൻസിയെ ഏൽപ്പിച്ചു കഴിഞ്ഞു. വീടിനടുത്തുള്ള ശ്മശാനത്തിൽ ഒരു കല്ലറയും വാങ്ങി ഒരുക്കിയിട്ടിട്ടുണ്ട്. ഭാര്യയും മക്കളും ഒന്നും ചെയ്യാനില്ല. അവർ ഒരുങ്ങി ഏജൻസിയുടെ നിർദ്ദേശം സ്വീകരിച്ച് ഒപ്പം നിന്നാൽ മാത്രം മതി. ഇനി എപ്പോഴാണ് മരിക്കുക എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എനിക്കായി ഒരു സ്മാരകം എവിടെയും നിർമ്മിക്കരുത് എന്നും ഞാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ ഓർമ്മിക്കുമെങ്കിൽ ഞാൻ ജീവിതകാലത്ത് ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രം മതി എൻ്റെ സ്മാരകം. എത്ര സാത്വികമായിട്ടാണ്, എത്ര ശാന്തമായിട്ടാണ് അദ്ദേഹം മരണത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ജനിച്ചാൽ മരിക്കും, ജനിച്ചവരെല്ലാം മരിക്കും, ജീവനുള്ളതെല്ലാം മരിക്കും. ഇങ്ങനെ പറയുന്നതിൽ പുതുമയൊന്നുമില്ല, ചുമ്മാ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നേ ഉള്ളൂ. മരിക്കാത്തതായി ഒന്നേ ഉള്ളൂ, അത് മരണം തന്നെയാണ്. എന്നാൽ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് കൊതിക്കുന്ന മനുഷ്യരുണ്ടാവില്ല. അഥവാ ആരെങ്കിലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മരണത്തെ വാരിപ്പുണരാനുള്ള കൊതി കൊണ്ടല്ല, ജീവിതം മരണത്തെക്കാൾ ദുസ്സഹമായതുകൊണ്ടാണ്. മരണത്തെ നോക്കി പുഞ്ചിരിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ധീരത. നെഞ്ചു വിരിച്ചു നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മരണത്തെ സ്വീകരിച്ച ധാരാളം രക്തസാക്ഷികളുണ്ട്. അവർ വെറും ചരിത്ര കഥാപാത്രങ്ങളല്ല. നൈജീരിയയിലും സിറിയയിലുമൊക്കെ ഇക്കാലത്തുമുണ്ട്. വീരസൈനികരും ചാവേറുകളും മരണം വരിക്കുന്നത് മറ്റേതോ വിചിത്ര മനോനിലയിലായിരിക്കാം. ആധുനിക ശാസ്ത്രം പറയുന്നതനുസരിച്ച് ശരാശരി മനുഷ്യായുസ് 80 വയസ്സ് എന്ന് കണക്കാക്കിയാൽ 80 കഴിഞ്ഞും തികഞ്ഞ മാനസിക ശാരീരിക ആരോഗ്യത്തോടെ ക്രിയാത്മക ജീവിതം നയിക്കുന്നവർ എത്രയോ ഭാഗ്യവാന്മാരാണ്. എൻ്റെ പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ലാത്ത അത്തരം 2 വൈദികരെ ഞാൻ അടുത്ത കാലത്ത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ഫാദർ മാത്യു വെള്ളാനിക്കലും ഫാദർ സേവ്യർ കൂടപ്പുഴയും, രണ്ടുപേരും 90 കഴിഞ്ഞവർ. എന്നാൽ 50കാരന്റെ ഊർജ്ജസ്വലതയോടെ, വാക്കുകളിലെ വ്യക്തതയോടെ 100ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു മെത്രാന്റെ ഈ വീഡിയോ അനേകം പേർ കണ്ടിട്ടുണ്ടാവും. എങ്കിലും ഇന്ന് എനിക്ക് ഇത് പങ്കുവെക്കാതെ വയ്യ. കാരണം വയസ്സായില്ലേ, ഇനി എന്നാ ചെയ്യാനാ, ഇത്രയും പ്രായമായില്ലേ എന്നൊക്കെ 45 വയസ്സിൽ തന്നെ പരിതപിച്ചു തുടങ്ങുകയും പല കാര്യങ്ങളിലും നിന്ന് വിട്ടുനിൽക്കുകയും നിഷ്ക്രിയരാവുകയും ചെയ്യുന്നവരുടെ ലോകത്ത് ജീവിതം എങ്ങനെ ഘോഷിക്കണമെന്നും മരണത്തെ എങ്ങനെ വരവേൽക്കണമെന്നും പഠിപ്പിക്കാൻ ഇന്ന് ഇതുപോലൊരു മാതൃക കേരളത്തിൽ കാണില്ല. 100ാം പിറന്നാൾ ആഘോഷിച്ച കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക മെത്രാൻ അഭിവന്യ മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിൽ ആണ് ഈ മെത്രാൻ. മാർത്തോമ്മ സഭയിലെ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റമാണ് 100 കടന്ന മറ്റൊരു മെത്രാൻ. 2021 103ാം വയസ്സിൽ അദ്ദേഹം വിട പറഞ്ഞു. ഈ 2 പേരും ജനിച്ചത് ഏപ്രിൽ മാസത്തിലാണ് എന്നൊരു പ്രത്യേകതയുമുണ്ട്. ബിഷപ്പ് ജോസഫ് പള്ളിക്കപ്പറമ്പിൽ 1926 ഏപ്രിൽ 10-ന്, ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റവും 1918 ഏപ്രിൽ 27-ന്. അഭിവന്യ ബിഷപ്പ് ജോസഫ് പള്ളിക്കപ്പറമ്പിലിന്റെ 100ാം പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോയിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ. Nunc dimittis Domine, servum tuum in pace. കർത്താവേ, നിന്റെ ദാസനെ ഇനി സമാധാനത്തിൽ വിട്ടയക്കണമേ. യഹൂദ നിയമപ്രകാരം ഉണ്ണീശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിനായി മാതാപിതാക്കൾ കൊണ്ടുവന്നപ്പോൾ വൃദ്ധനായ ശമയോൻ ദിവ്യശിശുവിനെ കയ്യിലെടുത്ത് പ്രാർത്ഥനാപുറം ഉരുവിട്ട വാക്കുകളാണിവ. ഇതേ പ്രാർത്ഥന തന്നെയാണ് 100 വയസ്സിലേക്ക് പ്രവേശിക്കുന്ന എനിക്കും കർത്താവോട് പ്രാർത്ഥിക്കുവാനുള്ളത്. കർത്താവെ, ഈ ദാസനെ
ഇനി സമാധാനത്തിൽ വിട്ടയക്കണമേ. കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നതുവരെ നീ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവിന്റെ വെളിപാട് കിട്ടിയിരുന്ന സിമയോൻ എന്ന വൃദ്ധൻ ദേവാലയത്തിൽ വെച്ച് ഉണ്ണിയേശുവിനെ കയ്യിലെടുത്തപ്പോൾ പറഞ്ഞതാണ്, കർത്താവെ, നിന്റെ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന്. ദൈവഹിതപ്രകാരമുള്ള ജന്മസാഫല്യത്തിൽ നിന്ന് വരുന്ന ആ വാക്കുകൾ തന്റെ ജീവിതവുമായി ചേർത്ത് വെച്ച് അഭിമന്യ മെത്രാൻ എത്ര സുന്ദരമായാണ് ഈ സന്ദേശത്തിന് തുടക്കമിടുന്നത്. 90-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷം, ഏറിയാൽ 80 വർഷം. ഈ ബൈബിൾ സന്ദേശത്തിൻ്റെ അർത്ഥം എന്തെന്ന് ബൈബിൾ പണ്ഡിതരോടും ഞാൻ അന്വേഷിക്കുകയുണ്ടായി. എന്നാൽ തൃപ്തികരമായ മറുപടി എനിക്ക് ലഭിച്ചില്ല. ഒരിക്കൽ ഞാൻ ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇപ്രകാരം ഒരു മറുപടിയാണ് ലഭിച്ചത്. ഓരോരുത്തരും അവരവരുടെ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും പാപങ്ങൾക്കുമെല്ലാം പരിഹാരം ചെയ്യുന്നതിനായിട്ടാണ് ദൈവം 80 വയസ്സിൽ കൂടുതൽ സമയം അവർക്ക് അനുവദിക്കുന്നത്. ഈ വിശദീകരണം ബഹുഭൂരിപക്ഷം ആളുകളെയും സംബന്ധിച്ചിടത്തോളം ശരിയാണെന്ന് എനിക്ക് വിശ്വാസമില്ല. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പരിപൂർണമായും ശരിയാണ്. ബഹുഭൂരിപക്ഷം പേരുടെയും കാര്യത്തിൽ പൂർണ്ണമായും ശരിയാണ് എന്ന് എനിക്ക് വിശ്വാസമില്ല, പക്ഷേ എന്റെ കാര്യത്തിൽ ശരിയാണ് എന്ന് അദ്ദേഹം പറയുന്നതിൽ എന്തൊരു എളിമപ്പെടൽ, എത്ര വിവേകപൂർണമാണത്. തികഞ്ഞ രംഗബോധവും ആരെയും മുറിപ്പെടുത്താതിരിക്കാനുള്ള കരുതൽ, ഒപ്പം ഒളിപ്പിച്ചു വെച്ച നർമ്മവും. എൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വന്നു പോയിട്ടുള്ള കുറവുകൾക്കും തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും ഉപേക്ഷകൾക്കും എത്രമാത്രം ഞാൻ പരിഹാരം ചെയ്തു കഴിഞ്ഞു എന്നതിൽ എനിക്ക് സംശയമുണ്ട്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അവയ്ക്ക് പരിഹാരം ഇനിയും ചെയ്യുവാൻ ഞാൻ സന്നദ്ധനാണ്. ഇതും ഒന്നാം തരം നർമ്മം തന്നെ. ഒരുപാട് മാനങ്ങളുള്ള വാക്കുകൾ. വേണമെങ്കിൽ ഇനിയും ഒരു 100 കൊല്ലം ജീവിക്കാൻ മടിയില്ല എന്നൊരു ധ്വനിയുണ്ട് ആ നിഷ്കളങ്ക കുരുങ്ങിച്ചിരിയിൽ. ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന അഭിമന്യ പിതാക്കന്മാരും എല്ലാ അതിഥികളും എന്നെ അവസാനമായി ഒരിക്കൽ കൂടി കാണാമെന്ന് കരുതി വന്നിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്കെല്ലാവർക്കും ഞാൻ ആത്മാർത്ഥമായ നന്ദി പറയുന്നു. ഇതാ മറ്റൊരു നർമ്മവേടി. ഈ വയസ്സിന് ഇനി അധികകാലമൊന്നും ഇരിക്കാൻ സാധ്യതയില്ല എന്നാവും വൃദ്ധരെ പറ്റി പലരും കരുതാറുള്ളത് എന്നാണ് അദ്ദേഹം തുറന്നടിക്കുന്നത്. അത് ശരിവെച്ചാണ് ആൾക്കൂട്ടം കൈയടിക്കുന്നത്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അല്ലാതെ എനിക്ക് ഓർക്കുവാൻ സാധിക്കുകയില്ല. കാരുണ്യവാനായ ദൈവം എല്ലായ്പ്പോഴും എനിക്ക് സമൃദ്ധമായ നന്മകൾ നൽകി. വൈദിക ജീവിതത്തിലും മെത്രാന്റെ ശുശ്രൂഷയിലും നിർലോഭം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടതും പ്രത്യക്ഷം നൽകുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ക്രൈസ്തവ കുടുംബത്തിൽ ജനിക്കുവാനും കത്തോലിക്ക സ്ഥാപനങ്ങളിൽ മാത്രം പരിശീലനം സിദ്ധിക്കുവാനും സാധിച്ചതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതികളല്ലാതെ മറ്റെന്താണ്. എൻ്റെ ജീവിതയാത്രയിൽ അനുനിമിഷം എന്നെ കാത്ത് സംരക്ഷിച്ച അനുഗ്രഹങ്ങൾ നൽകിയ നല്ല തമ്പുരാനെ ഞാൻ എന്നോളം നന്ദി അർപ്പിക്കുകയാണ്. ഫലസമൃദ്ധമായ ഒരു ഭൂമിയിൽ അജപാലന ശുശ്രൂഷ നിർവഹിക്കുവാനാണ് ദൈവം എന്നെ നിയോഗിച്ചത്. പാലാരൂപതയെ ഏറ്റവും പവിത്രവും സമൃദ്ധമായ രീതിയിൽ 30 വർഷക്കാലം നയിച്ച അഭിമന്യ വയലിൽ പിതാവ് ജോലിയിൽ നിന്നും വിരമിക്കുന്നതിന് മുമ്പ് രൂപതയ്ക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിരുന്നു. ഒരപ്പൻ്റെ കരുതലോടെ അഭിമന്യ പിതാവ് തൻ്റെ പിൻഗാമിക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാകരുത് എന്ന തീരുമാനത്തോടെയാണ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയത്. ഭാഗ്യസ്മരണാർഹമായ വയൽ പിതാവിൻ്റെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം വെളിപ്പെടുത്തട്ടെ. ഞാൻ പണ്ടേ കടന്നു പോകേണ്ടതായിരുന്നു. ഇത്രയും കാലം ജീവിച്ചിരുന്നതിൻ്റെ പ്രധാന കാരണം അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവാണ്. 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, നിന്റെ വഴികൾ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരുടെ കൽപ്പിക്കും.
നിന്റെ പാദം കല്മേൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകൾ വഹിച്ചുകൊള്ളും. എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും എപ്പോഴും ഒരു ദൈവദൂതനെ പോലെ അഭിവന്യ പിതാവ് എനിക്ക് സഹായത്തിനുണ്ടായിരുന്നു. പിതാവിൻ്റെ സ്നേഹവും കരുതലും പരിരക്ഷയുമാണ് എനിക്ക് സമാധാനവും ബലവും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വിരമിച്ചിട്ട് 22 കൊല്ലമായി. ഈ കാലം അത്രയും അഭിവന്യ പിതാവും ബഹുമാനപ്പെട്ട വൈദികരും ഈ ഭവനത്തിലെ ജോലിക്കാരുമെല്ലാം എനിക്ക് താങ്ങും തണലുമായി എപ്പോഴും ഉണ്ടായിരുന്നു. അവരുടെ സൗഹൃദവും സംരക്ഷണവും പ്രാർത്ഥനയുമാണ് എൻ്റെ ദീർഘായുസ്സിൻ്റെ രഹസ്യം. അവരോടെല്ലാം ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഈ ചടങ്ങുകൾ ഏറ്റവും സന്തോഷപ്രദമാക്കിയ എല്ലാവരോടും ഞാൻ വിനയപൂർവ്വം കൃതജ്ഞത അർപ്പിക്കുന്നു. വളരെയേറെ ത്യാഗം സഹിച്ചിവിടെ വന്ന് സന്തോഷം പങ്കുവച്ച അഭിവന്യ പിതാക്കന്മാർക്കും ജനപ്രതിനിധികൾക്കും സുഹൃത്തുക്കളും ഇവിടെ സന്നിധിയിലായിട്ടുള്ള എല്ലാ അതിഥികൾക്കും നന്ദിയും സ്നേഹവും ഞാൻ ആത്മാർത്ഥമായി അറിയിക്കുകയാണ്. May I say a word of special thanks to His Eminence Cardinal Oswald Gracious, and if I am allowed to say, a special consideration for me. Your Eminence, may I thank you for your gracious presence. സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരോടും പ്രാർത്ഥനാ സഹായം ഞാൻ യാചിക്കുകയാണ്. തന്റെ മുൻഗാമിയെയും പിൻഗാമിയെയും എത്ര നന്ദിയോടെ സ്മരിച്ചും ഉദാരമായി പുകഴ്ത്തിയുമുള്ള ആ വാക്കുകൾ ഏവർക്കും മാതൃകയാകേണ്ടതാണ്. നർമ്മബോധവും ദാർശനിക സ്വഭാവവുമുള്ള തെളിമയാർന്ന വാക്കുകളും സകലർക്കും, പ്രത്യേകിച്ച് സമകാലിക മെത്രാന്മാർക്ക് അനുകരിക്കാൻ കൊള്ളാവുന്നതാണ്. ഏറ്റവും പ്രധാനം ജീവിതത്തോടും മരണത്തോടുമുള്ള സമീപനമാണ്. ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റി സംതൃപ്തിയോടും സമാധാനത്തോടും കൂടി മരണത്തെ സമീപിക്കുന്ന ബൈബിളിലെ പൂർവ്വപിതാക്കന്മാർക്ക് തുല്യമാണ് ഈ ജീവിതം. 147-ാം വയസ്സിൽ മരണമെടുത്തു എന്ന് മനസ്സിലായപ്പോൾ യാക്കോബ് 12 മക്കളെയും അടുത്തു വിളിച്ച് ഓരോരുത്തരോടുമായി സംസാരിച്ചു അനുഗ്രഹിക്കുന്നു. ഒടുവിൽ അവരോട് ആവശ്യപ്പെട്ടു, ഞാൻ എൻ്റെ ആളുകളോട് ചേരുകയായി ഹിത്യനായ എഫ്രോണിന്റെ വയലിലുള്ള ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുത്ത് എന്നെയും അടക്കുക. മാമ്രയ്ക്ക് കിഴക്ക് കാനാൻ ദേശത്തുള്ള മക്പലായിലെ വയലിലാണ് ആ ഗുഹ. ശ്മശാന ഭൂമിക്ക് വേണ്ടി ഹിത്യനായ എഫ്രോണിൽ നിന്ന് എബ്രഹാം അവകാശമായി വാങ്ങിയതാണ് ആ വയലും ഗുഹയും. അബ്രാഹത്തെയും ഭാര്യ സാറായെയും അവിടെയാണ് അവർ അടക്കം ചെയ്തത്. അവിടെ തന്നെയാണ് ഇസഹാക്കിനെയും ഭാര്യ റബേക്കയെയും സംസ്കരിച്ചത്. ഞാൻ ലയായെ സംസ്കരിച്ചതും അവിടെ തന്നെ. തനിക്ക് പറയാനുണ്ടായിരുന്നത് പറഞ്ഞു തീർന്നപ്പോൾ യാക്കോബ് കിടക്കയിലേക്ക് ചാഞ്ഞു. അവൻ അന്ത്യശ്വാസം വലിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു. ഉൽപ്പത്തി 49-ാം അധ്യായം 29 മുതൽ 33 വരെ. പ്രവാചകരായ ഏലിയായെയും എലീശായെയും ഇവിടെ ചേർത്ത് വെക്കാം. മറുകര എത്തിയപ്പോൾ എലീശായോട് പറഞ്ഞു, നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എലീശ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അവൻ പറഞ്ഞു, ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത്. എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും, കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല. അവർ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ അതാ ഒരു ആഗ്നേയ രഥവും ആഗ്നേയ അശ്വങ്ങളും അവരെ വേർപെടുത്തി. ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു. എലീശ അത് കണ്ട് നിലവിളിച്ചു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിന്റെ രഥങ്ങളും സാരഥികളും. പിന്നെ അവൻ ഏലിയയെ കണ്ടില്ല. അവൻ വസ്ത്രം കീറി. 2 രാജാക്കന്മാർ 2:9 മുതൽ 12 വരെ. മരണത്തെ ഒരു അന്ത്യമായി കാണാതെ ദൈവവുമായി നേരിൽ കാണാനും ഒപ്പം വസിക്കാനുമുള്ള ഒരു അവസരമായി കണ്ടവരാണ് പൂർവ്വപിതാക്കന്മാർ എന്ന് കാണാം. ആയുസ് ദൈവത്തിന്റെ ദാനമാണ് എന്ന ആശയം ബൈബിളിൽ പലയിടത്തും കാണാം. സങ്കീർത്തനങ്ങൾ 139:16. എൻ്റെ രൂപം ഉണ്ടാകുന്നതിന് മുൻപേ എൻ്റെ അവയവങ്ങളെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരുന്നു. യോബ് 14:5. മനുഷ്യന്റെ ആയുസ് നിശ്ചിതമാണ്, അവന്റെ മാസങ്ങളുടെ എണ്ണം നിനക്കറിയാം, അതിന് നീ അതിരുകൾ വെച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 31:15. എൻ്റെ കാലങ്ങൾ നിന്റെ കയ്യിൽ തന്നെയാണ്. പ്രഭാഷകൻ 3:1-2. എല്ലാവർക്കും ഒരു സമയമുണ്ട്, ജനിക്കാനും മരിക്കാനും ഒരു സമയമുണ്ട്. ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80. എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ്. അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നുപോകും. സങ്കീർത്തനങ്ങൾ 90:10-12.
മലയാള സാഹിത്യത്തിൽ പല എഴുത്തുകാരും ജീവിതത്തെ മനസ്സിലാക്കാനുള്ള ഒരു വഴിയായി, ആത്മീയ ചിന്തയുടെ തുടക്കമായി, ചിലപ്പോൾ സമാധാനമായി പോലും മരണത്തെ കാണുന്നു. അർത്ഥമുള്ള ജീവിതം നയിക്കാൻ, സന്തോഷം കണ്ടെത്താൻ, മറ്റുള്ളവർക്ക് ഓർമ്മയായി നിലനിൽക്കാൻ സൃഷ്ടികളിലൂടെ, കല, സാഹിത്യം എന്നിവയിലൂടെ ഒരു വിധത്തിൽ അമരത്വം നേടാനാണ് എല്ലാവരുടെയും ശ്രമം. ഇല്ലെനിക്കൊരിക്കലും മരണം തുറുങ്കുകൾക്കുള്ളിലിട്ടൊരു നാളും അടയ്ക്കാനാവില്ലെന്നെ ചക്രവാളത്തിൻ മതിൽ കെട്ടിന്മേൽ കയ്യും കുത്തി നിൽക്കും ഞാൻ പ്രപഞ്ചത്തിൻ ഭ്രമണം നിയന്ത്രിക്കാൻ. ഗോളങ്ങളെടുത്ത് ഞാൻ പന്തടിക്കുമ്പോൾ വിദ്യുൻ നാളങ്ങൾക്കെടുത്തിയും കത്തിച്ചും രസിക്കുമ്പോൾ നീരവ നീലാകാശ മേഖലകളിൽ നാളെ താരകയെ നിന്നെ കൊണ്ട് നർത്തനം ചെയ്യിക്കും ഞാൻ. വയലാർ രാമവർമ്മ എനിക്ക് മരണമില്ല എന്ന കവിതയിൽ എഴുതി. ഇനി ഒരു വാൽകഷ്ണമാണ്. അഭിമന്യ ബിഷപ്പ് ജോസഫ് പള്ളിക്കപ്പറമ്പിൽ ജനിച്ചതിന് ഏതാനും വർഷം മുൻപ് അതേ തീയതിയിലാണ് എൻ്റെ പപ്പ ജനിച്ചത്. പപ്പായുടെ 43-ാം പിറന്നാൾ ദിനത്തിലായിരുന്നു എൻ്റെ ജനനം. 6 ദിവസം കഴിയുമ്പോൾ ഏപ്രിൽ 19-ന് കർദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് 81 വയസ്സ് പൂർത്തിയാകും. ഈ വകുപ്പിലൊന്നും പെടുന്നില്ലെങ്കിലും മറ്റൊരു ഏപ്രിൽക്കാരനെ കൂടി ഓർത്തു പോകുന്നു. അഡോൾഫ് ഹിറ്റ്ലർ. ജനനം 1889 ഏപ്രിൽ 20. മരണം 1945 ഏപ്രിൽ 30. എന്നും ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നുമൊക്കെ